الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد فعن أبي أمامة رضي الله عنه قال قال رسول الله صلى الله عليه وسلم من أحب لله وأبغض لله وأعطى لله ومنع لله فقد استكمل الإيمان رواه الإمام أبو داود. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, പവിത്രമായൊരു പ്രഭാതത്തിലാണ് നാം സുബഹി നിസ്കരിച്ചിരിക്കുന്നത്. അല്ലാഹു നമുക്കെല്ലാവർക്കും ഖൈറുകൾ വർദ്ധിപ്പിച്ചു നൽകട്ടെ. പല കാരണങ്ങളാലും ഏതാനും ദിവസത്തെ ഇടവേളകൾക്ക് ശേഷമാണ് പ്രഭാത പ്രകാശം എന്ന വിഷയത്തിൽ നാം സമ്മേളിച്ചിട്ടുള്ളത്. ഒരുപാട് ചൂടും പുകച്ചലും പ്രശ്നങ്ങൾക്കൊക്കെ പടച്ച റബ്ബ്, കാരുണ്യവാനായ റബ്ബ് ശമനം നൽകുകയും വ്യാപകമായി മഴ നൽകുകയും ആളുകൾക്ക് ആശ്വാസം ചെയ്യുകയും ചെയ്തിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. നമ്മുടെ ജീവിതവും നമ്മുടെ അവസ്ഥകളും എല്ലാം നമുക്ക് അല്ലാഹു അനുകൂലവും ഖൈറുമുള്ളതാക്കി തരട്ടെ. നമ്മളൊക്കെ മുഅ്മിനീങ്ങളാണ്, വിശ്വാസികളാണ്, ഈമാനുള്ളതാണ്. എന്നാൽ എല്ലാവരുടെയും ഈമാൻ ഒരുപോലെയല്ല, ഒരേ അളവിലല്ല, ഒരേ ഗ്രേഡിലല്ല, വ്യത്യസ്തമായ അളവുകളിലാണ്. ഏറ്റവും കൂടുതൽ ശക്തിയുള്ള ഈമാൻ ആർക്കാണോ ലഭ്യമായത്, ആർക്കാണോ സാധിച്ചു കിട്ടിയത്, അവരേറ്റവും ഉന്നതിയിലെത്തും. വിശ്വാസം പൂർണ്ണമാകുന്നതുമുണ്ട്, പൂർണ്ണമാകാതെ പോകുന്ന അപൂർണമായ വിശ്വാസങ്ങളുമുണ്ട്. ഒരു ഹദീസ് നിങ്ങളെ കേൾപ്പിച്ചിരിക്കുകയാണ്. അത് ഓരോരുത്തർക്കും അവരവരുടെ ഈമാൻ എത്രമാത്രം സമ്പൂർണമാണ്, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ കുഴപ്പങ്ങളോ കുറവുകളോ ഉണ്ടോ എന്ന് സ്വന്തമായി തിരിച്ചറിയാൻ ഒരു അളവ് പോലാക്കാൻ പറ്റിയ ഹദീസാണ് നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു അറിയപ്പെട്ട ഒരു സഹാബി വര്യനാണ്, തിരുനബിയുടെ ശിഷ്യനാണ്. ആ മഹാനുഭാവനിലൂടെ ഉദ്ധരിക്കപ്പെട്ടൊരു വാക്യം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ അഹബ്ബ ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി ആരെങ്കിലും ഒരാൾ ഇഷ്ടപ്പെട്ടാൽ, വ അബ്ഗദ ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി കോപിച്ചാൽ, വ അഅതാ ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി വല്ലതും കൊടുത്താൽ, വ മനഅ ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി കൊടുക്കാതിരുന്നാൽ, ഫഖദ് ഇസ്തക്മലൽ ഈമാൻ, അവൻ ഈമാൻ സമ്പൂർണമാക്കിയിരിക്കുന്നു. ഇതാണ് തിരുനബി പറഞ്ഞ വാക്കിന്റെ നേർക്ക് നേരെയുള്ള ഷോർട്ടായിട്ടുള്ള അർത്ഥം. എന്താണ് ഈ പറഞ്ഞതിന്റെ താല്പര്യം? 4 കാര്യങ്ങളിൽ നമ്മൾ ആൻസർ പറയാൻ കഴിഞ്ഞാൽ നമ്മുടെ ഈമാൻ പൂർണ്ണമായി. 4 വിഷയങ്ങളാണ്. അതിലൊന്ന് മൻ അഹബ്ബ ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി ഇഷ്ടപ്പെട്ടാൽ. അള്ളാഹ്ക്ക് വേണ്ടി ഇഷ്ടപ്പെടുക. അപ്പൊ നമുക്ക് ഇഷ്ടങ്ങളുണ്ടാവും. ആ ഇഷ്ടങ്ങളൊക്കെ അള്ളാഹ്ക്ക് വേണ്ടിയുള്ള ഇഷ്ടമാകണം. അങ്ങനെ ആർക്കാ ചെയ്യാൻ കഴിയുക? പരിശോധിച്ച് നോക്കാം. നമുക്ക് ചില വ്യക്തികളോട്, ആളുകളോട് ഇഷ്ടമുണ്ട്. നമുക്ക് ചില കാര്യങ്ങളോട് ഇഷ്ടമുണ്ട്. ഇപ്പോ ആഹാരം കഴിക്കുന്നതാണെങ്കിൽ ചില ഭക്ഷണത്തോട് നമുക്ക് ഇഷ്ടം, ചില പാനീയങ്ങളോട് നമുക്ക് ഇഷ്ടം, ചില പാട്ടുകളോട് നമുക്ക് ഇഷ്ടം, ചില കളറുകളോട് നമുക്ക് ഇഷ്ടം, ചില ആളുകളോട് നമുക്ക് ഇഷ്ടം. ഇങ്ങനെ നമ്മുടെ ഇഷ്ടം വ്യത്യസ്തമായ മേഖലയിലേക്ക് ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുകയാണ്. പക്ഷെ ഏത് മേഖലയിലൂടെ പോയാലും നീ ഇഷ്ടപ്പെടുന്നത് അല്ലാഹുവിന് വേണ്ടിയായിരിക്കണം. ആ ഇഷ്ടം
നിന്റെ സ്വന്തം എന്തെങ്കിലും താല്പര്യത്തിന് വേണ്ടിയോ നേട്ടങ്ങൾക്ക് വേണ്ടിയോ ഉള്ള ഇഷ്ടപ്പെടലാവരുത്, അള്ളാഹുവിന് വേണ്ടിയുള്ള ഇഷ്ടപ്പെടലാവണം. എനിക്ക് ഈ വ്യക്തിയെ ഇഷ്ടമാണ്, എന്തുകൊണ്ട്? അള്ളാഹുവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിന് ഞാൻ അയാളെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയാൻ കഴിയണം. ഒന്നുകിൽ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ അയാൾ ചെയ്യുന്ന കാര്യത്തിൽ ശ്രദ്ധ ഉള്ള ആളാണ്, അയാൾ ഒരു തത്വമുള്ള ആളാണ്, വിധിവിലക്കുകൾ മാനിച്ച് കഴിയുന്ന ആളാണ്, അള്ളാഹ്ക്ക് പൊരുത്തപ്പെട്ട ഒരാളാണ്, അതുകൊണ്ട് ഞാൻ അയാളെ ഇഷ്ടപ്പെടുന്നു എന്ന് വരണം. ഇന്ന കാര്യം എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് അത് അള്ളാഹ്ക്ക് പൊരുത്തമുള്ളൊരു കാര്യമാണ്, അതുകൊണ്ട് ഞാനതിനെ ഇഷ്ടപ്പെടുന്നു, എനിക്കത് ഇഷ്ടമാണ് എന്ന് വരണം. ഇന്ന ഒരു ഭക്ഷണം അതെനിക്ക് ഇഷ്ടമാണ്, കാരണം അത് അള്ളാഹുവിനെ ഇബാദത്തിലേക്ക് അത് കൂടുതൽ പ്രേരിപ്പിക്കും, അല്ലെങ്കിൽ അള്ളാഹു അനുവദിച്ച ത്വയ്യിബ് ആയ ഭക്ഷണത്തിൽ പെട്ടതാണ്, അത് ഞാൻ ഇഷ്ടപ്പെടുന്നു, അള്ളാഹ്ക്ക് വേണ്ടി ഇഷ്ടപ്പെടലാണ്. അപ്പൊ നമ്മൾ ഒരു വ്യക്തിയെ, ഒരു കാര്യത്തെ, ഒരു വസ്തുവിനെ, മറ്റെന്തെങ്കിലെയും ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവുമായി ടച്ച് ചെയ്തിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയുള്ള ഇഷ്ടപ്പെടലാവണം. ഇനി അപകടമില്ല, ഒരാൾ കോപിക്കുകയാണ്, ദേഷ്യപ്പെടുകയാണ്, ആ ദേഷ്യപ്പെടലും അള്ളാഹ്ക്ക് വേണ്ടിയാകണം. ചില വ്യക്തികളോട് നമുക്ക് ദേഷ്യം, ചില കാര്യങ്ങളോട് നമുക്ക് ദേഷ്യം, ചില വിഷയങ്ങളോട് നമുക്ക് വിയോജിക്കും, ഇതെല്ലാം എന്തിനു വേണ്ടിയാകണം? അള്ളാഹ്ക്ക് വേണ്ടിയാകണം. എനിക്ക് അയാളെ ഇഷ്ടമല്ല, കാരണം എന്താ? അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്ത പ്രവൃത്തിയാണ് അയാളിൽ കാണുന്നത്, എനിക്ക് ഇഷ്ടമല്ല. അള്ളാഹു ഹറാമാക്കിയ കാര്യമാണ് അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് അയാളെ ഇഷ്ടമല്ല. അയാൾ തിന്മയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് അയാളെ എനിക്ക് ഇഷ്ടമല്ല. അയാൾ നാട്ടിൽ ഫിത്നയും ഫസാദും ഉണ്ടാക്കുകയാണ്, അതുകൊണ്ട് അയാളെ എനിക്ക് ഇഷ്ടമല്ല. അയാൾ മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞ് നടക്കുന്ന ആളാണ്, അതുകൊണ്ട് അയാളെ എനിക്ക് ഇഷ്ടമല്ല. ഇങ്ങനെ അള്ളാഹു പൊരുത്തപ്പെടാത്ത, അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങൾ ഉള്ള കാരണത്താൽ ഒരു വ്യക്തിയെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയാൻ കഴിയണം. അല്ലെങ്കിൽ ഇന്ന കാര്യം അതെനിക്ക് ഇഷ്ടമല്ല, എന്തുകൊണ്ട്? ഞാൻ അവിടെ പോകൂല. എന്തുകൊണ്ട്? അള്ളാഹ്ക്ക് വേണ്ടി ആഗ്രഹിക്കണം നമ്മൾ ഇഷ്ടപ്പെടാതിരിക്കുന്നത്, കോപിക്കുന്നത്. ഞാൻ അവിടെ പോകൂല, എന്താ കാരണം? അത് അള്ളാഹ്ക്ക് പൊരുത്തല്ല എന്നതുകൊണ്ടായിരിക്കണം നമ്മൾ ആ വിഷയത്തോട് ഇഷ്ടപ്പെടാതിരിക്കണം. നമ്മളൊരു കാര്യത്തോട് കോപിക്കുന്നത് അത് അള്ളാഹുവിന് കോപമുള്ളത് കൊണ്ട് ഞാൻ കോപിക്കുന്നു എന്ന് വരണം. ഇനി അഴത്താലില്ല, നമ്മൾ കൊടുക്കുകയാണ്, പണം കൊടുക്കുന്നു, സ്ഥലം കൊടുക്കുന്നു, മറ്റ് സൗകര്യങ്ങൾ കൊടുക്കുന്നു, ഉപദേശം കൊടുക്കുന്നു, ഇതെല്ലാം ലില്ലാഹ്, അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ്. ഒരു സംഭാവന ചോദിച്ചു വന്നു നമ്മുടെ മുന്നിലേക്ക് ഒരാൾ, ആ സംഭാവന കൊടുക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ള കൊടുക്കലാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ അടുത്തുനിന്ന് കൂലി കിട്ടുമല്ലോ ഞാൻ ഇതിന് കൊടുത്താൽ എന്ന നിയ്യത്തിൽ കൊടുക്കണം. അപ്പോഴാണ് ലില്ല, അള്ളാഹ്ക്ക് വേണ്ടി കൊടുക്കുക എന്ന് പറയുന്ന അർത്ഥത്തിലാവുന്നത്. കൊടുക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയാകണം. ഇത് അള്ളാഹു പൊരുത്തപ്പെട്ടൊരു സംഗതിയാണ്, അതുകൊണ്ട് ഞാൻ കൊടുക്കുന്നു. അള്ളാഹിന്റെ അടുത്ത് നിന്ന് എനിക്ക് കൂലി കിട്ടുന്ന കാര്യമാണ്, അതുകൊണ്ട് ഞാൻ കൊടുക്കുന്നു. ആ നിലക്കായിരിക്കണം നമ്മുടെ കൊടുതികൾ. മനഅലില്ല, കൊടുക്കാതിരിക്കുന്നതും അള്ളാഹ്ക്ക് വേണ്ടിയാകണം. ഒരാളൊരു കാര്യം ചോദിച്ചു വന്നു, ഞാനതിന് പൈസ തരൂല, കൊടുക്കാതിരിക്കാൻ, ഞാൻ കൊടുക്കൂല, ഞാൻ തരുന്നില്ല. എന്താ കാരണം? നിങ്ങൾ ഈ പണം കൊണ്ടുപോയി അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത്, ഹറാമ് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ പണം ചോദിച്ചത്, അതുകൊണ്ട് ഞാൻ തരൂല. ഹറാമിന് ഞാൻ പൈസ തരൂല, കള്ളു കുടിക്കാൻ ഞാൻ പൈസ തരൂല, തോന്നിയാസം ചെയ്യാൻ വേണ്ടി ഞാൻ കാശ് തരൂല. മനഅലില്ല, അള്ളാഹുവിന് വേണ്ടി കൊടുക്കാതിരിക്കാൻ ഞാൻ തരൂല, കൊടുക്കൂല. ഈ കൊടുക്കൂല, തരൂല എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാകണം? ലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടിയാകണം. അപ്പൊ കൊടുക്കുന്നതും അള്ളാഹ്ക്ക് വേണ്ടി, കൊടുക്കൂല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നത്, ഉപേക്ഷിക്കുന്നത് അതും അള്ളാഹുവിന് വേണ്ടി. ചില കാര്യങ്ങൾക്കൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റൂല, പൈസ കൊടുക്കുന്നത് ഹറാമായി മാറി. ഈ പണം കൊണ്ടുപോയിട്ട് ഹറാമ് ചെയ്യാൻ വേണ്ടി, ആളുകളിൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി, അവരുടെ വിശ്വാസം തെറ്റിക്കാൻ വേണ്ടി, അവരുടെ കർമ്മം നശിപ്പിക്കാൻ വേണ്ടി ഒക്കെ നമ്മളുടെ അടുത്ത് പിരിവ് വാങ്ങിക്കൊണ്ടുപോയിട്ട് ചെയ്യാണ്. എന്നാൽ നമ്മൾ പൈസ കൊടുക്കരുത്. മനഅലില്ല, അള്ളാഹുവിന് വേണ്ടി കൊടുക്കാതിരിക്കുക. അപ്പോ
അള്ളാഹുവിന് വേണ്ടി ഇഷ്ടപ്പെടുക, അള്ളാഹുവിന് വേണ്ടി കോപിക്കുക, അള്ളാഹുവിന് വേണ്ടി കൊടുക്കുക, അള്ളാഹുവിന് വേണ്ടി കൊടുക്കാതിരിക്കുക. രണ്ടും ഇതെല്ലാം ഈ 4 കാര്യങ്ങൾ ഒരു മനുഷ്യനിൽ ഉണ്ടായാൽ ഫഖദ് ഇസ്തക്മലൽ ഈമാൻ, അവൻ ഈമാനിനെ സമ്പൂർണമാക്കി എടുത്തിരിക്കുന്നു. ഓനിക്ക് അവന് ആത്മകഥം ചെയ്യാം, അവന് ആത്മീയമായി അഭിമാനിക്കാം, എനിക്ക് ഈമാനുണ്ട്. കാരണം എന്താ? അവന്റെ കൊടുക്കലും വാങ്ങലുകളും അവന്റെ ഇഷ്ടപ്പെടലും നിരാകരിക്കലും എല്ലാം അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ളതാണ്. ആ ആത്മസംതൃപ്തി കിട്ടാൻ ഇതാണ് ഫോർമുല. ഇത് അള്ളാഹുവിന് വേണ്ടിയാണെന്നുള്ള നിലക്ക് ഓരോരുത്തരുടെയും കാര്യത്തിൽ ഈ 4 വിഷയം അങ്ങനെയാണോ എന്നാ എനിക്ക് ഉറപ്പിക്കാം. എനിക്ക് ആത്മവിശ്വാസം കൊള്ളാം, എനിക്ക് ഈമാനുണ്ട്. ഏതെങ്കിലും ചില വിഷയത്തിൽ കൊടുക്കുന്നിടത്തിലോ വാങ്ങുന്നിടത്തിലോ ഇഷ്ടപ്പെടുന്നിടത്തിലോ നമ്മൾ പിണങ്ങുന്നിടത്തിലോ അള്ളാന്റെ പൊരുത്തം വിചാരിച്ചിട്ടല്ല, നമ്മളെന്തെങ്കിലും ദുനിയാവിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ എങ്കിൽ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഈമാനികമായിട്ട് പൂർണ്ണമായിട്ടില്ല എന്ന്. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും ഈമാൻ ശക്തിപ്പെടുത്തി തരട്ടെ. നല്ല മുഅ്മിനീങ്ങൾ, കാമിലായ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെയൊക്കെ ഉൾപ്പെടുത്തട്ടെ. കാമിലായ ഈമാനോട് കൂടി അള്ളാഹു നമ്മളെല്ലാം ഈ ലോകത്തുനിന്ന് അവസാനിപ്പിക്കുകയും ചെയ്യട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ള പല ആളുകളും അള്ളാഹുവേ, നീ അവർക്കൊക്കെയും ഖബർ സന്തോഷം ചെയ്തു കൊടുക്കണം. അള്ളാഹുവേ, അവർക്കും ഞങ്ങൾക്കും സന്തോഷത്തിൽ സംഗമിക്കാൻ നാളെ മഹ്ശറിൽ പുണ്യമാക്കപ്പെട്ട ഇടങ്ങൾ അനുവദിക്കണം റഹ്മാനെ. ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റണേ അല്ലാഹ്, ഞങ്ങളുടെ പ്രയാസങ്ങളൊക്കെ നീക്കിത്തരണേ അല്ലാഹ്. പവിത്രമായ വെള്ളിയാഴ്ചയുടെ എല്ലാ ബറക്കാത്തുകളും നീ ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ. ഞങ്ങളോട് ദുആ കൊണ്ട് ഏൽപ്പിച്ചവർക്കും നൽകണം റഹ്മാനെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.